മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ലൂക്കാസ് വിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ വളരെ ഹൃദയഹാരിയായി അവതരിപ്പിക്കുന്ന ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ ഉപമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ധൂർത്തൻ്റെ ഭാഗം, 2 മൂത്തവൻ്റെ ഭാഗം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചത് ധൂർത്തപുത്രൻ്റെ ജീവിതവും അവൻ്റെ തിരിച്ചുവരവുമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മൂത്തവനെക്കുറിച്ചാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ വിവരിച്ചു പറഞ്ഞിരിക്കുന്ന മൂത്തവനെക്കുറിച്ചാണ്. വചനം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ മൂത്തവൻ വയലിലായിരുന്നു. അവൻ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിനുള്ളിൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സ്വരം അവൻ കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. ഓരോ വചനത്തിലും ഓരോ അർത്ഥപ്രപഞ്ചം നിറച്ചു വെച്ചിട്ടുണ്ട്. മൂത്തവൻ്റേത് തിരിച്ചുവരവാണ് എന്ന് വചനം പറയുമ്പോൾ അത് വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അവനും വീണവനായിരുന്നു, അവനും തകർന്നവനായിരുന്നു, അവനും തിരിച്ചു വരുവാണ് എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവിടെ ആരംഭിക്കുക. ഭവനത്തിലേക്ക് വരുമ്പോൾ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സ്വരം അവൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചപ്പോൾ ഈ ഭവനം സഭയുടെ പ്രതീകമാണ്, സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. സംഗീതവും നൃത്തവും ദൈവാരാധനയുടെ അടയാളമാണ്. പ്രഭാഷക പുസ്തകത്തിൻ്റെ 43-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടുന്നാണ് സർവസ്വവും, അവിടുത്തെ സ്തുതിക്കാൻ ആർക്ക് സാധിക്കും? സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ.
എന്നൊരു വചനം പറയുന്നു, തളർന്നു പോകരുത്. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആരാധനയും സ്തുതിപ്പും സ്വർഗരാജ്യത്തിൻ്റെ അടയാളമാണ്. ബൈബിളിൽ ആദ്യാവസാനം സ്തുതിപ്പുകളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ദൈവാരാധനയുടെ അടയാളമായിട്ടാണ്. വാഗ്ദാന പേടകം ഫിലിസ്ത്യർ തട്ടിക്കൊണ്ടുപോയി അത് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ ദാവീദും അനുചരന്മാരും നൃത്തമാടുകയാണ്. ബൈബിൾ ആദ്യാവസാനം ദൈവത്തെ ആരാധിക്കുക നമ്മൾ കാണുന്നുണ്ട്, സ്തുതികീർത്തനങ്ങൾ ഉയർത്തുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് സംഗീതവും നൃത്തവും ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്, സ്വർഗരാജ്യത്തിൻ്റെ അടയാളമാണ്, അതുപോലെ സ്നേഹ സമൂഹത്തിൻ്റെ സൂചനയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സ്വരം അവൻ കേൾക്കുന്നു. അടുത്ത വചനം പറയുന്നു, അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. എന്തേ അവൻ വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കേണ്ടി വന്നത്? ഒരു കുടുംബത്തിലെ ഒരു മൂത്ത മകൻ അവന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ അറിയാൻ പാടില്ലാത്ത ഏതാണ്ടൊക്കെ ആ ഭവനത്തിൽ നടക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ജനങ്ങൾ ധാരാളം എത്തിച്ചേർന്നിട്ടുണ്ട്, ആഘോഷങ്ങൾ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മകനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവൻ ആ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടുന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കാനും പോരുന്ന സാധു നിറമേ അവൻ അവിടെ ഉള്ളോ? അത് വലിയൊരു സൂചന നൽകുകയാണ്. ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലൊന്നും അവന് പങ്കാളിയാകുന്നില്ല. ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും പറഞ്ഞ് അറിയേണ്ട ഒരവസ്ഥയിലാണ് അവനുള്ളത് എന്നുള്ള സൂചന ശുഭസൂചകമല്ല. എന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം പരിപൂർണമായും ഏറ്റെടുത്ത് നയിക്കുന്ന വ്യക്തിയല്ല, അവൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനാണ് എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകുക. വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ മക്കളോട് വേലക്കാർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ തകർച്ച സൂചിപ്പിക്കുകയാണ്. വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ അവനോട് പറഞ്ഞു, നിന്റെ നഷ്ടപ്പെട്ടു പോയ സഹോദരൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അവന് സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ ഗഹനീയമായ ഒരു വചനമുണ്ട്. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. അവൻ കോപിച്ചതെപ്പോഴാ? നഷ്ടപ്പെട്ടു പോയ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, സസുഖം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞ് അവന് വേണ്ടി ആഹ്ലാദിക്കുന്നു എന്നറിഞ്ഞ് അവൻ കോപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സഹോദരൻ കാണാതെ പോയി എന്ന് വിചാരിക്കുക. അവനെവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇവിടാണ് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. വർഷങ്ങൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത് കാണുമ്പോൾ, സസുഖം തിരിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് കോപം വരുമോ അത് സന്തോഷം വരുമോ? സത്യമായും സ്വാഭാവികമായ നന്മയുള്ള ഒരു മനുഷ്യന് സന്തോഷം വരാനേ പാടുള്ളൂ. സന്തോഷമാണ് വരിക. പക്ഷെ ഇവിടെ ഒരു മൂത്തവൻ അനുജൻ തിരിച്ചു വരുന്നത് കണ്ട് കോപിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പാപത്തിൽ നിന്നും മോചിതനായി രക്ഷയിലേക്ക് തിരിച്ചു വരുമ്പോൾ കോപിക്കുന്നതാര്? തകർന്നു പോയൊരു വ്യക്തി തകർച്ചയിൽ നിന്നും വിമോചിതനായി സന്തോഷത്തിലേക്ക് ആഹ്ലാദത്തിലേക്കും തിരിച്ചു വരുമ്പോൾ കോപിക്കുന്നതാര്? അത് തിന്മയാണ്, അത് പിശാചാണ്. അങ്ങനെയെങ്കിൽ ഈ ജ്യേഷ്ഠൻ ആരുടെ സ്ഥാനത്ത് നിൽക്കുന്നു? അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ പിതാവാകട്ടെ പുറത്തേക്ക് വന്നു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 ഉപമകളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമയാണ്. രണ്ടാമത്തെ ഉപമ കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ്. മൂന്നാമത്തെ ഉപമ കാണാതായ മനുഷ്യൻ്റെ ഉപമയാണ്. അതാണ് ധൂർത്തൻ്റെ ഉപമ.
മുമ്പ് അച്ഛൻ വ്യാഖ്യാനിച്ചതുപോലെ 3 ഉപമകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇതാണ്, അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ്. അതിൻ്റെ അവതരണത്തിലും പ്രായോഗികതയുമുള്ള ഒരു വ്യതിയാനം. ഉപമകൾ ഓരോന്നും ആദ്യം കാണാതാകുന്നു, 2 അന്വേഷിക്കുന്നു, 3 കണ്ടെത്തുന്നു, 4 ആഹ്ലാദിക്കുന്നു. ധൂർത്തൻ്റെ ഉപമയിൽ ഇതിലൊരു ഘടകമില്ല, അന്വേഷിക്കുന്നില്ല. ധൂർത്തനെ കാണാതാകുന്നു, അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നു, ആഹ്ലാദിക്കുന്നു. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഖ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു. കാരണം മൃഗത്തിനും വസ്തുവിനും സ്വയം തിരിച്ചു വരുവാനുള്ള ശേഷിയില്ല, വിവേചനാശക്തിയില്ല. തിരിച്ചുവരവ് പരസഹായം കൂടാതെ പറ്റില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവൻ തീരുമാനിക്കണം, ഞാൻ നന്നാകണോ വേണ്ടയോ, ഞാൻ രക്ഷപ്രാപിക്കണോ എന്ന് അവൻ തീരുമാനിക്കണം. വചനം പറയുന്നുണ്ട്, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നിൻ്റേതാണ്. അതുകൊണ്ട് അവന് വ്യക്തിപരമായി പരിപൂർണമായി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവൻ തിരിച്ചു വരണം. അതുകൊണ്ടാണ് ധൂർത്തൻ്റെ കഥയിൽ ധൂർത്തനെ അന്വേഷിക്കുന്നില്ല. പക്ഷേ പിതാവ് ഇവിടെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ആരെ? മൂത്തവനെ തേടി ഇറങ്ങുന്നുണ്ട്. മൂത്തവനെ തേടുന്നു. പിതാവ് പുറത്തേക്ക് വന്നു, അവനെ അന്വേഷിച്ച് പുറത്തേക്ക് വന്നു. എന്നിട്ട് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധൂർത്തനെ അന്വേഷിക്കുന്നില്ലെങ്കിൽ മൂത്തവനെ അന്വേഷിക്കുന്നു എങ്കിൽ വചനം ഇവിടെ പറയുന്നു, ധൂർത്തനേക്കാൾ അപകടകാരിയാണ് മൂത്തവൻ. ധൂർത്തനേക്കാൾ അപകടകാരിയാണ് മൂത്തവൻ. പിതാവ് സ്വാന്തനങ്ങൾ പറഞ്ഞു. അപ്പോൾ മൂത്തവൻ അവനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി, അല്ല ഒരു മകനാകട്ടെ മകളാകട്ടെ, അത് കടമ നിർവഹിക്കുവാണോ അതോ ദാസ്യവേല ചെയ്യുകയാണോ? ഞാൻ ഈ വീട്ടിൽ അധ്വാനിക്കുന്നത് ദാസ്യപ്പണിയാണ് എന്ന് തോന്നുന്ന വ്യക്തിക്ക് ആ കുടുംബമായിട്ട് ആത്മാർത്ഥതയുണ്ടോ? ആ കുടുംബത്തിൻ്റെ നന്മയിൽ ആഹ്ലാദമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവനത് പറയാൻ കൊള്ളുന്ന വാക്കല്ലത്. ദാസ്യവേല ചെയ്യുന്നു, അതവൻ്റെ കടമയാണ്, അതവൻ ചെയ്യണം, ചെയ്തേ മതിയാവൂ. പക്ഷെ ധൂർത്തൻ അത് ചെയ്തില്ല. അത് അവൻ്റെ ഭാഗത്തെ തെറ്റ്. അവൻ തിരിച്ചു വരുന്നുണ്ട്. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. എന്ന് പറയപ്പെട്ടവരെ, കടമകൾ നിർവഹിക്കുന്നത് ദാസ്യവേലയല്ല, അത് ശുശ്രൂഷയാണ്. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തങ്ങളുടെ ഉത്തരവാദിത്വം പരിപൂർണ സംതൃപ്തിയോടെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ദൈവരാജ്യ ശുശ്രൂഷകനാണ്. അതുകൊണ്ടാണ് ജോലി ശുശ്രൂഷയായി മാറുന്നത്. ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന എന്തിനാണെന്ന് എഫേസ്യ ലേഖനം 4:12 അത് വിശുദ്ധരെ പരിപൂർണരാക്കാനും ശുശ്രൂഷയുടെ ജോലി ചെയ്യാനും. ശുശ്രൂഷയുടെ ജോലി ശുശ്രൂഷയാകുന്നത് അത് പരിപൂർണമായ ബോധ്യത്തോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഉത്തരവാദിത്വ നിർവഹണമാണ്. അത് ശുശ്രൂഷയാകുക. അത് പുണ്യമായി മാറും, ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറും. എത്ര വർഷമായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു? എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ നിനക്കൊരു ആട്ടിൻകുട്ടിയെപ്പോലും തന്നില്ല. എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒന്നും എനിക്ക് തന്നില്ല. പരാതി പറയുക. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അവൻ പിതാവിൻ്റെ സ്നേഹം അറിയുന്നില്ല. ഞാനൊരിക്കൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, ഈ മൂത്തവന് പിതാവ് എന്തെങ്കിലും കൊടുത്തോ? നിങ്ങൾ എന്ത് പറയുന്നു? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പിന്നീടൊരു വചനമുണ്ട്, പിതാവ് പറയുന്നുണ്ട്, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ എന്ന് പറയുമ്പോൾ എല്ലാം കൊടുത്തു എന്നവിടെ സൂചന ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ കൃത്യതയോടെ കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഈ ഉപമയുടെ ആരംഭ ഭാഗത്ത് ഇളയ മകൻ സ്വത്ത് ചോദിക്കുമ്പോൾ പിന്നീടുള്ള വചനം എങ്ങനെയാണ്? സ്വത്ത് അവൻ അവർക്കായി ഭാഗിച്ചു എന്ന. സ്വത്ത് അവൻ അവർക്കായി ഭാഗിച്ചു. അപ്പോൾ ഇളയവന് മാത്രമല്ല, മൂത്തവനും കൂടി കരുതി വച്ചു. അവൻ പോലും അറിയാതെ അവനായി കരുതി വെച്ച, ശേഖരിച്ചു വെച്ച, കൊടുക്കുന്ന പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് ഈ സമയം വരെ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല.
നമുക്ക് ദൈവം നൽകുന്ന കൃപകളും അനുഗ്രഹവും എന്താണെന്ന് തിരിച്ചറിയാനാവാതെ പോകുന്നവരാ നമ്മൾ. പരാതിയെ നമുക്ക് ബാക്കിയുള്ളൂ. പാതയോരത്ത് പാദങ്ങളില്ലാത്ത ഒരുവനെ കാണുവോളം പാതുകങ്ങളില്ല എന്ന് ഞാൻ പരിതപിച്ചിരുന്നു എന്ന് ഒരു കവി പറഞ്ഞത് ഓർക്കാനിട വരുന്നു. കാലില്ലാത്ത ഒരുവനെ കണ്ടപ്പോഴാണ് ചെരുപ്പില്ല എന്നുള്ള എൻ്റെ പരാതി മാറിയത്. ദൈവം നൽകുന്ന നന്മകളൊക്കെ കാണാതെ പോകുന്ന ഹതഭാഗ്യരാണ് നമ്മൾ. പ്രിയപ്പെട്ടവർ, എന്താണ് ദൈവം നൽകിയത് എന്ന് ചിന്തിച്ചേക്കരുത്. ഒരു ഹോസ്പിറ്റലിലോ ഒരു ക്യാൻസർ സെൻ്ററിലോ ഒരു കുഷ്ഠരോഗികളുടെ പുനരധിവാസ കേന്ദ്രങ്ങളോ ഇടയ്ക്കൊന്ന് സന്ദർശിക്കുക. ദൈവം നമ്മളെ കാത്തുപരിപാലിക്കുന്നതും ദൈവം നമുക്ക് ധാരാളമായി നൽകുന്ന നന്മകൾ എന്താണെന്ന് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഒന്ന് പരിശോധിക്കുക. ദൈവം നൽകിയ കൃപകൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒന്നും ചോദിക്കാതെ കരുതി വെക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കണം. മറന്നു പോകരുത്. അവനത് പറ്റിയില്ല. പിതാവ് ഒന്നും എനിക്ക് തന്നില്ല എന്നുള്ള പരാതി പറയുമ്പോഴും അവന് വേണ്ടി ശേഖരിച്ചും സൂക്ഷിച്ചും കരുതി വച്ച പിതാവിൻ്റെ ആ സമ്പത്ത് അവനത് കണ്ടില്ല. ആട്ടിൻകുട്ടിയെപ്പോലും എനിക്ക് തന്നില്ല എന്നിട്ട് അവൻ ആരോപണം പറയുക. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് നിന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുജൻ വേശ്യകളോട് കൂട്ടുചേർന്നു എന്ന് ഈ ജ്യേഷ്ഠനോട് ആരാ പറഞ്ഞു കൊടുത്തത്? അന്ന് മൊബൈൽ ഫോണില്ല, അന്ന് ഇമെയിൽ സംവിധാനങ്ങളില്ല, മറ്റിതര കമ്മ്യൂണിക്കേഷൻ സാധ്യതകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ദൂരദേശത്തേക്ക് പോയി എന്ന് വചനം പറയുമ്പോൾ അനുജനെക്കുറിച്ച് ചേട്ടൻ എന്താ ധരിച്ചു വെച്ചത്? സത്യത്തിൽ ദൂരദേശം എന്ന് പറയുന്നത് മിക്കവാറും മറ്റൊരു രാജ്യമാകാനാണ് സാധ്യത. ഈജിപ്ത് ആകാനാണ് സാധ്യത. കാരണം ഇസ്രായേലിൽ യഹൂദരെ പന്നി വളർത്തില്ല. പന്നി അവർക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് പന്നിയില്ലാത്തൊരു നാട്. പക്ഷേ പന്നികളെ വളർത്തുകയും മേയ്ക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് മാറിയെങ്കിൽ ഒത്തിരി അകലെപ്പോയി എന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ ഈ ഭവനം, വയല്, വീട്, വയല്, ഇത്രയും ജീവിതം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ മൂത്തവൻ, ഇവൻ ദൂരെ പോയവൻ വേശ്യകളോട് കൂട്ടിച്ചേർന്നു എന്നങ്ങനെ അറിഞ്ഞത്. സത്യത്തിൽ ഇതൊരു ദുരാരോപണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യമറിയാതെ സംസാരിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. അനുജനെക്കുറിച്ച് വചനം പറയുന്നത് അവൻ സ്വത്ത് ദൂർത്തടിച്ച് തീർത്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി, അവൻ ഞെരുക്കത്തിലായെന്ന്. ദൂർത്തടിച്ചു തീർത്തു അല്ലെ വിനിയോഗിച്ചു തീർത്തു എന്നാണ് വചനം പറയുക. വേശ്യകളോട് കൂട്ടുചേർന്നു എന്ന് പറയുന്നില്ല. വേശ്യകളോട് കൂട്ടുചേർന്നു എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ്റെ വായിൽ നിന്ന് മാത്രമാണ്, മറ്റാരിൽ നിന്നും അത് വരില്ല. വരാൻ പാടില്ലാത്തതും ജ്യേഷ്ഠനിൽ നിന്നാണ്. ഒരർത്ഥത്തിൽ അനുജൻ വഴിപഴച്ചു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ജ്യേഷ്ഠൻ സമൂഹമധ്യത്തിൽ വെച്ച് അത് വിളിച്ചു പറയുകയാണ് ചെയ്യേണ്ടത്. അല്ല, അവനെ വിളിച്ചിരുത്തി സ്നേഹത്തോട് ഉപദേശിക്കുകയും തെറ്റുതിരുത്തുകയും അവൻ്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ എന്താണെന്ന് കാര്യഗൗരവത്തോടെ അവനെ തനിച്ചായിരിക്കുമ്പോൾ ഉപദേശിച്ച് പഠിപ്പിക്കുകയും ചെയ്യണം എന്നാണ് വചനം തന്നെ പറയുക. തിരുത്തുന്നതിനെക്കുറിച്ച് പത്രോസിലെയും പൗലോസിലെയും പറയുന്നുണ്ടല്ലോ. ഇവിടെ പരസ്യമായി ഇത് പറയണമെങ്കിൽ അത് ദുരാരോപണവും അത് അങ്ങേയറ്റത്ത് വ്യക്തിഹത്യയുമാണ്. അത് പാടില്ല. ആരും അത് ചെയ്യാൻ പാടില്ല. സത്യമറിയാതെ ഗൗരവമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ചൊരു വ്യക്തിയുടെ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കുമെതിരെ ഗൗരവമായ ആരോപണങ്ങൾ സത്യമറിയാതെ ആരും ആരോപിക്കാൻ പാടില്ല. കാരണം അത് പിന്നീട് തിരിച്ച് എത്തിക്കാനായിട്ടാവില്ല എന്ന് തന്നെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിഹത്യ നടത്തി കഴിഞ്ഞാൽ അത് തെറ്റായിരുന്നു എന്നറിഞ്ഞാലും അത് തിരിച്ച് ആ അവസ്ഥയിൽ ആ വ്യക്തിയുടെ മഹത്വം തിരിച്ചെത്തിക്കാനായിട്ട് പറഞ്ഞ ആളെ കൊണ്ട് പറ്റില്ല. വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പിതാവ് തേടി ഇറങ്ങി ചെല്ലുന്ന പിതാവിൻ്റെ വാക്കുകൾ ഹൃദയസ്പർശിയാണ് പിന്നീടുള്ളത്. മകനെ, നീ എപ്പോഴും
എന്നോടുകൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ പിതാവ് പറഞ്ഞ ഈ 2 വചനങ്ങളും ഏറ്റവും ആത്മാർത്ഥതയോടെ നമ്മളൊന്ന് ധ്യാനിക്കണം. പിതാവ് പറയുന്നു, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ. ഞാൻ ഇരുന്ന് തമ്പുരാന് മുമ്പിൽ ധ്യാനിച്ചു. സത്യത്തിൽ അവനോടുകൂടെ എപ്പോഴും വസിക്കുന്നത് ആരാ? നമ്മളാ, ക്രൈസ്തവ സമൂഹമാണ്. മറ്റേതൊരു സമൂഹത്തെക്കാൾ ദൈവത്തോട് എപ്പോഴും ചേർന്ന് ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച സമൂഹമാണ് നാം. പ്രത്യേകിച്ച് സമർപ്പിതരും പുരോഹിതരും. പുലർച്ചെയെന്നും പ്രാർത്ഥനയുണ്ട്, അത് കഴിഞ്ഞ് ധ്യാനമുണ്ട്, അത് കഴിഞ്ഞ് വിശുദ്ധ ബലിയുണ്ട്, അത് കഴിഞ്ഞ് ഇതര പ്രാർത്ഥനകളുണ്ട്, വിശുദ്ധ കുർബാന സന്ദർശനമുണ്ട്, പുണ്യപ്രവൃത്തികളുണ്ട്, യാമ പ്രാർത്ഥനകളുണ്ട്, വൈകുന്നേരം വീണ്ടും സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോവുക. സത്യത്തിൽ എപ്പോഴും അവനോടൊത്ത് വസിക്കുന്നത് നമ്മളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ലോകത്ത് ഏത് രാജാവുണ്ട് തൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം തൻ്റെ ഭൃത്യനെ കൊടുത്തിട്ട് ഭൃത്യൻ്റെ വെളിപ്പാടിൽ അനുസരിച്ചു നിൽക്കുന്ന രാജാവ് എവിടെയുണ്ട്? തൻ്റെ ഭൃത്യന് തൻ്റെ അവകാശ അധികാരങ്ങളെല്ലാം കൊടുത്തിട്ട് ആ ഭൃത്യൻ്റെ വെളിപ്പാടിൽ വരികയും അവൻ പറയുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യുന്ന ഏകരാജാവ് ക്രിസ്തുരാജാവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും പ്രഭാതത്തിൽ വിശുദ്ധ ബലിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മനുഷ്യനിർമ്മിതമായ ഗോതമ്പപ്പം എടുത്തിട്ട്, മനുഷ്യനിർമ്മിതമായി മുന്തിരിച്ചാർ എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ സ്വർഗസ്ഥനായ തമ്പുരാൻ ആ പുരോഹിതൻ്റെ വെളിപ്പാടിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്, അവ്യസ്ത കുർബാനയിലേക്ക്. ഇതെൻ്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ ആ ദൈവം ആ രക്തമാക്കി അത് പൂർത്തീകരിക്കുകയാണ്. ആരാധനയ്ക്ക് വിശുദ്ധ കുർബാന സക്രാരിയിൽ നിന്ന് സ്വയമേവ എഴുന്നള്ളി വരില്ല. ഒരു പുരോഹിതൻ എടുത്തു വെക്കണം. ആശീർവാദം കഴിഞ്ഞ് വീണ്ടും ഒരു പുരോഹിതൻ സക്രാരിയിലേക്ക് വിശുദ്ധ കുർബാന എടുത്തു വെക്കണം, തനിയെ പോവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് വാഴ്ത്തുമ്പോൾ ബലിപീഠത്തിലിരിക്കുന്ന ഗോതമ്പപ്പമാണ് യേശുവിൻ്റെ ശരീരമാകുക. പക്ഷേ സങ്കീർത്തിയിലിരിക്കുന്ന അപ്പമുണ്ട്, ഓസ്തി അവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്, അത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, മനുഷ്യന് അവൻ അധികാര അവകാശങ്ങൾ കൊടുത്തിട്ട് ആ അധികാര അവകാശത്തിൻ്റെ ഫ്രെയിമിലേക്ക് സ്വയം ചുരുങ്ങി നിൽക്കുന്ന രാജാവ് പറയുക, എനിക്കുള്ളതെല്ലാം നിൻ്റേതാ. കർത്താവ് സൗഖ്യം കൊടുക്കാൻ കഴിവുണ്ട്. പിശാചുക്കളെ അവൻ ബന്ധിച്ചു, പിശാചുക്കളെ അവൻ വിടുവിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, പീഡിതർക്ക് ആശ്വാസമായി. അതേ അവകാശ അധികാരങ്ങൾ മക്കൾക്ക് കൊടുത്തു. അങ്ങനെ അവർ പിശാചുക്കളെ ബന്ധിക്കുന്നു, തിന്മയിൽ നിന്ന് മോചനം കൊടുക്കുന്നു, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. എന്ന് പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നോക്കുക, ക്രിസ്തുവിനോടൊത്ത് എത്രയോ നമ്മൾ അടുത്തിരിക്കുന്നു, അവനോടൊത്ത് എപ്പോഴും ജീവിക്കുന്നു. ആ വ്യക്തികളായ നമ്മളാണ് തെറ്റ് ചെയ്ത ധൂർത്തനേക്കാൾ അപകടകരങ്ങളായിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ എപ്പോഴും എന്നും അവനോടുകൂടിയായിരിക്കുന്ന, അവൻ്റെ അവകാശ അധികാരങ്ങളെല്ലാം കൈയാളുന്ന അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നാമാണ് എല്ലാം നശിപ്പിച്ച് തകർത്ത ധൂർത്തനേക്കാൾ അപകടകാരികളായിരിക്കുന്നത്. കാരണം നമ്മൾ കാണാം, ഉപമ അവസാനിപ്പിക്കുന്നത് വളരെ പെട്ടെന്നാണ്. ചിന്തിക്കാൻ പോലെ ഇടം കൊടുക്കാത്ത സമയത്താണ് ഇത് അവസാനിപ്പിക്കുക. പിതാവ് പറയുന്നു, നമ്മളിപ്പോൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം. കാരണം നിന്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു.
നഷ്ടപ്പെട്ടിരുന്നു, എന്നാൽ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ആ ഉപമ അവസാനിപ്പിക്കുക. അതിൻ്റെ ബാക്കി എന്നത് പറയുന്നില്ല. ജ്യേഷ്ഠൻ അകത്തേക്ക് കയറി വന്നെന്നോ, അല്ലെ അനുജൻ പുറത്തേക്ക് കടന്നു വന്നെന്നോ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ കുറവുകളെല്ലാം മനസ്സിലാക്കി അവൻ പിതാവിൻ്റെ പക്കൽ മാപ്പിരുന്നെന്നോ, ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നെന്നോ ഒന്നും അവിടെ വിവരിക്കുന്നില്ല. അബ്രപ്റ്റ് എൻഡിങ്, വളരെ പെട്ടെന്നുള്ള അവസാനമാണ് ഈ ഉപമയ്ക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ജ്യേഷ്ഠൻ രക്ഷപ്പെടാൻ പാടാണ്, ധൂർത്തൻ രക്ഷപ്പെടും. കാരണം എന്താ? ധൂർത്തൻ രക്ഷപ്പെടാൻ കാരണം അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവന് ബോധമുണ്ട്, അവൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളെക്കുറിച്ച് അവന് ധാരണയുണ്ട്. അതുകൊണ്ട് പശ്ചാത്താപമുണ്ട് അവന്, ആത്മാർത്ഥമായ അനുതാപമുണ്ട് അവന്. അവന് ശരിയായ വഴിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൻ തിരിച്ചു വരുന്നുണ്ട്, അവൻ ഏറ്റുപറയുന്നുണ്ട്, അവൻ രമ്യതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ധൂർത്തന്മാർ രക്ഷപ്പെടും, ധൂർത്തന്മാർ രക്ഷപ്പെടും. എന്നാൽ മൂത്തവന് അനുതാപമില്ല, അവന് പശ്ചാത്താപമില്ല, അവൻ്റെ കുറവുകളെക്കുറിച്ച് അവൻ ധാരണയില്ല. അവനുള്ളതൊക്കെ ന്യായീകരണങ്ങളാണ്, അവനുള്ളതൊക്കെ കുറ്റാരോപണങ്ങളാണ്, അവനുള്ള ധാർഷ്ട്യമാണ്. അതുകൊണ്ട് ധൂർത്തന്മാർ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളത് ധൂർത്തനാണോ അതോ മൂത്തവനാണോ? ധൂർത്തൻ്റെ പശ്ചാത്താപ, അനുതാപ, മാനസാന്തര അവസ്ഥയിലാണോ എൻ്റെ ജീവിതം ഇന്നുള്ളത്? അതോ മൂത്തവൻ്റെ താൻപോരിമയിലും അഹങ്കാരത്തിലുമാണോ? ധൂർത്തനെങ്കിൽ കർത്താവ് രക്ഷിക്കും, എളിമയും പശ്ചാത്താപം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്തവനാകാതിരിക്കട്ടെ. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകട്ടെ, കടമകളെക്കുറിച്ചും ജീവിത മേഖലയെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടാകട്ടെ, ജീവിത അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കട്ടെ, തെറ്റുകളെ കണ്ടെത്തട്ടെ, തിരുത്തട്ടെ, അനുതപിക്കട്ടെ. എന്നിട്ട് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക.